സിറിയ ഇസ്രായേലിനെ ആക്രമിച്ചു. ഈ മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഭരണം അട്ടിമറിഞ്ഞതിന് ശേഷം ഇത്തരമൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഗോലാൻ കുന്നിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് സിറിയയിൽ നിന്ന് വിമതപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചു. ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് എന്നും ഇസ്രായേൽ സൈന്യം ചേർന്നുകൊണ്ട് തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദാരയിലും കുനൈത്രയിലും ഇസ്രായേലി സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നു. ഈ രണ്ട് പ്രദേശവും സിറിയയുടെ പ്രാന്ത പ്രദേശമാണ്, നഗരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് എന്ന് പറയുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ സിറിയ ആക്രമണം നടത്തിയത്. എന്നാൽ ഇതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ പറയുന്ന കാര്യം, ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്, അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല. അഥവാ ഈ അക്രമം നടത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയോ അതല്ലെങ്കിൽ അക്രമം നടത്തും എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ സർക്കാർ ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. അക്രമം നടത്തിയ വിഭാഗത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗത്തായിട്ട് ഫലസ്തീന് പിന്തുണ നൽകുന്ന വിഭാഗമാണ്, ഗാസയുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമാണ് അക്രമം നടത്തിയത് എന്ന് ഈ മേഖലയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. 2024 ഡിസംബർ 9 സിറിയയുടെ പ്രസിഡന്റായിരുന്ന ബഷർ അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. അതിനുശേഷം പിന്നീടുള്ള ഒരു സമാധാന ശ്രമത്തിന്റെ ഭാഗമായി 2025 ജനുവരി 29 പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ അധികാരത്തിൽ വന്നതിന് ശേഷം, അഹമ്മദ് അൽ ഷാര അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീടുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ രീതിയിലൊക്കെ തകർന്നു കിടക്കുന്ന സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ഇതിനിടയിൽ ഇസ്രായേൽ ഈ സിറിയക്കകത്ത് കടന്നു കയറിയിട്ട് വലിയ ആക്രമണം നടത്തുകയും രാജ്യത്തിന്റെ സൈനിക സ്വത്തുകൾ അപ്പാടെ തന്നെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും യുദ്ധ ടാങ്കുകളും അടക്കം വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെ ഭരണം താഴെ വീണതിന് ശേഷം, അതായത് ബൽ അഷറഫ് താഴെ വീണ ഡിസംബർ 9 ശേഷം ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട്. എത്രത്തോളം നാശനഷ്ടങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇപ്പോഴും സിറിയക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ അഹമ്മദ് അൽ ഷാര അധികാരത്തിൽ ഏറിയതോടുകൂടി അവിടെ ശാന്തമാകുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഭരണത്തിൽ ഏറിയതിന് ശേഷവും അക്രമത്തിന് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അവർ പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ ചോദിക്കപ്പെട്ട പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യം, അതിനിപ്പോഴും സർക്കാർ ഉത്തരം നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം അവർ പറയുന്നത്, വളരെ കൃത്യമായ രീതിയിൽ സിറിയയുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മേഖലയിലുള്ള സ്ഥലത്തെക്കുറിച്ചും അതിൻ്റെ വിവരത്തെക്കുറിച്ചും എല്ലാം ആരാണ് ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് ഇതിനു മുൻപ് ചോദിക്കപ്പെട്ടൊരു ചോദ്യമുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അവർ ആക്രമണം നടത്തുന്നത്. യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യപ്പെട്ട വിമാനത്തിന് നേരെ പോലും ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണം നടത്തുന്ന അഹമ്മദ് അൽ ഷാര എന്ന് പറഞ്ഞാൽ ISIS തീവ്രവാദിയുടെ നേതാവായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ തലക്ക് $1 മില്യൺ അമേരിക്ക നിശ്ചയിച്ചത്. പിന്നീട് ഭരണം അട്ടിമറിഞ്ഞു. ഈ വിമതപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് സിറിയ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണാധികാരിയായി വന്നതോടുകൂടി ആ പഴയ രൂപത്തിലുള്ള എല്ലാ നിലപാടുകളും അമേരിക്ക തിരുത്തുകയും ഭീകര ലിസ്റ്റിൽ നിന്ന് അഹമ്മദ് അൽ ഷാരെ ഒഴിവാക്കിയ റിപ്പോർട്ടുണ്ടായി. ഈ പറയപ്പെട്ട വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് കൈകൊടുത്തുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ റിയാദിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കാലത്ത് ഭീകരവാദിയായിരുന്നു, തലക്ക് $1 മില്യൺ വില മതിച്ച വ്യക്തിയാണ്. പിന്നീട് അമേരിക്കയ്ക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആ രാജ്യത്തിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭീകരവാദി മിതവാദിയാകുന്നു. അയാൾക്ക് കൈ കൊടുക്കുന്നു, ഷേക്കൻഡ് കൊടുക്കുന്നു, സഹായം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുക്കുന്നു. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഭീകരതയെ സൃഷ്ടിക്കുന്നതും അത് ഒഴിവാക്കുന്നതും ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റത്തിരുത്തലുകളൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അൽ-ഖ്വയ്ദ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ്. അത് നിർമ്മിക്കപ്പെട്ടത് തന്നെ അമേരിക്കയാണെന്ന് പറയപ്പെടുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ആ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയും
അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമാണ് ഈ ഭീകര വിഭാഗത്തെ സംഘടിപ്പിച്ചത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പോരാട്ടങ്ങളും മരണങ്ങളും അഫ്ഗാനും റഷ്യയും തമ്മിൽ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ തമ്മിൽ ഉണ്ടായി. ഒടുവിൽ അഫ്ഗാനിസ്ഥാന് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സ്ഥിതിവിശേഷം വരികയും ചെയ്തു. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചതൊക്കെ അമേരിക്കയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് വളരെ ശാന്തമായ രീതിയിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പ്രവൃത്തി ആ മേഖലയിൽ കൊണ്ടുവരാം എന്നാണ് അവർ വിചാരിച്ചത്. ആ റൂട്ടൊക്കെ മാറിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ അറിയാത്ത മറ്റു പല സംഘങ്ങളും അവിടെ ഒന്നിച്ചിരിക്കുന്നു. ഗ്രാമീണ ഗോത്ര മേഖലകളിൽ ഇപ്പോഴും സ്വാധീനമുള്ള ഒരു വിഭാഗമായി രാജ്യം വിട്ടുപോയ ബഷർ അൽ അസദിൻ്റെ വിഭാഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഗോത്രങ്ങളുടെ കേന്ദ്രീകരണമാണ് പല അറബ് രാജ്യങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ചില ഏരിയകളിൽ സർക്കാരിനേക്കാണ് പിടിപാട് പല ഘട്ടങ്ങളിലും ഈ ഗോത്ര സംവിധാനത്തിനും അത് കൊണ്ടു നടക്കുന്ന നേതാക്കൾക്കും ഉണ്ടാവാറുണ്ട്. അത്തരം പല ഗോത്രങ്ങളുടെയും ഒരു ഭാഗമായിട്ട് ഇപ്പോൾ സിറിയ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു ഭാഗം, 1-2 ഭാഗം ബഷർ അൽ അസാദിൻ്റെ വിഭാഗത്തെ, അയാളുടെ കുടുംബവും അയാളുടെ സഹകരിക്കുന്നവരും അവർ ബന്ധപ്പെട്ടവരുമാണ്. അപ്പോൾ ഇവിടെ വലിയ സ്വാധീനം അവർക്കുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള പല വിഭാഗങ്ങളായി ചിതറപ്പെട്ടത്, അത് ഷിയ വിഭാഗത്തിന് ചില ഏരിയകളിൽ അവർക്ക് വലിയ സ്വാധീനമാണ്, സുന്നി വിഭാഗത്തിന് ചില ഏരിയകളിൽ അവർക്ക് വലിയ സ്വാധീനമാണ്. അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നീട് ഈ തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില സംഘങ്ങളുണ്ട്. അത് സിറിയയിലും പ്രവർത്തിക്കുന്നുണ്ട്. കുർദ് വിഭാഗങ്ങൾ. ആ കുർദ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 ലക്ഷത്തോളം കുർദുകൾ സിറിയയിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 20 ലക്ഷത്തോളം തുർക്കിയിലും. അപ്പോൾ ഈ 15 ലക്ഷത്തോളം ഈ കുർദുകളുള്ള സിറിയയുടെ ഭാഗവും അതോടൊപ്പം തന്നെ 20 ലക്ഷത്തോളം കുർദുകളുള്ള തുർക്കിയുടെ ഭാഗങ്ങളും രാജ്യാതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ഇവർ ഒന്നിക്കുന്നുണ്ട്. ചേർന്ന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് അവർ താമസിക്കുന്നത് എന്നതിനാൽ രാജ്യത്തിനകത്തൊരു വിഷയപ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഒന്നിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അത് കുർദുകളുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും തുർക്കി സർക്കാർ നേരിട്ട് ഏറ്റുമുട്ടുകയും പല മരണങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ, സിറിയ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയുടെ കൈവശത്തിലുള്ള പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും അത് അവർ കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗോലാൻ കുന്നിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഈ സിറിയയുടേതാണ്. അത് 3 ഭാഗമായി പിന്നീട് 67 കാലഘട്ടത്തിന് ശേഷം അതിനെ UN സഭയുടെ നേതൃത്വത്തിൽ 3 ഭാഗമായിട്ട് അത് വേർതിരിക്കപ്പെട്ടു. ഒന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ഗോലാൻ കുന്ന്, മറ്റൊന്ന് സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്ന്. മൂന്നാമത്തെ ഒരു ഗോലാൻ കുന്നിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് UN സഭയുടെ നേതൃത്വത്തിൽ നേരിട്ട് നടത്തപ്പെടുന്ന ഗോലാൻ കുന്ന്. ഈ യുദ്ധം ഇവിടെ ഈ പറയപ്പെട്ട ബഷർ അൽ അസദ് വീണ ആ കാലത്ത്, അതായത് ഡിസംബർ 9 അദ്ദേഹം ഭരണത്തിൽ നിന്ന് മാറുകയും അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയും ചെയ്തതോടുകൂടി സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തു. കാര്യം അവിടെ പ്രതിരോധങ്ങളൊന്നുമില്ലായിരുന്നു. ഈ രാജ്യം അട്ടിമറിച്ച അഹമ്മദ് അൽ ഷാര എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൈനിക ബലത്തിലല്ല യഥാർത്ഥത്തിൽ അവിടെ ഈ വിമത പക്ഷവുമായിട്ട് അല്ലെങ്കിൽ വിമത വിഭാഗവും അവിടുത്തെ സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് ഈ അഹമ്മദ് അൽ ഷാരയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ സൈനികർ അപ്പാടെ ബഷർ അൽ അസദിൻ്റെ സംവിധാനത്തിന് എതിരായി നിന്നു. അപ്പോൾ സൈനികപരമായിരിക്കുന്ന ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു സംരക്ഷണം അസദിന് കിട്ടാതെ പോയി. മാത്രമല്ല ആ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന മറ്റ് രാജ്യക്കാർ, അതായത് റഷ്യയുടെ സൈന്യമുണ്ട്, ഈ ഇറാൻ്റെ സൈന്യമുണ്ട്, അമേരിക്കയുടെ സൈന്യമുണ്ട്. അമേരിക്കയുടെ സൈന്യം ഏറെക്കുറെ ഈ പറയപ്പെട്ട അസദിന് എതിരാണെങ്കിൽ പോലും അവിടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആഭ്യന്തര കലാപവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയവും പ്രതിരോധിച്ച് നിർത്തിയത് ഇറാൻ്റെ സൈന്യവും റഷ്യയുടെ സൈന്യവും സംയുക്തമായിട്ടാണ്. അതുകൊണ്ട് വിമതപക്ഷത്തിന് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം സിറിയയുടെ തലസ്ഥാനമായിരിക്കുന്ന നഗര പ്രദേശങ്ങളെല്ലാം വളഞ്ഞുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നതിനെക്കുറിച്ചുള്ള വിവരം ഇപ്പോഴും പുറത്ത് വന്നിട്ടുമില്ല. അപ്പോൾ തുർക്കിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഭരണം അട്ടിമറിക്കാൻ എന്ന് പറയപ്പെടുന്നു. പക്ഷേ ബഷർ അൽ അസദ് പറഞ്ഞ കാര്യം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് തൻ്റെ ഭരണത്തെ അട്ടിമറിച്ച് താൻ രാജ്യം വിട്ടു പോരേണ്ട സ്ഥിതി ഉണ്ടായത് അവരുടെ ഇടപെടൽ മൂലമാണ്. തുർക്കിയെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. മറ്റൊരു വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഈ പറയപ്പെട്ട ബഷർ അൽ അസദുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന തരത്തിലും രാജ്യത്തിൻ്റെ അകത്ത് സംരക്ഷിക്കപ്പെട്ട അല്ലെ സൂക്ഷിക്കപ്പെട്ട ആയുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചെല്ലാം വിവരങ്ങൾ അയാൾ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല.
അപ്പോൾ അതുകൊണ്ടാണ് വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് സിറിയയുടെ അകത്ത് കയറിക്കൊണ്ട് അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിപ്പിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധിച്ചത്. അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. വളരെ കൃത്യമായ രീതിയിൽ ആക്രമിക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ള തരത്തിൽ. എന്നാൽ റഷ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മറ്റൊരു റഷ്യയുടെ പത്രം പറയുന്നു, രാജ്യത്ത് അഭയം തേടപ്പെട്ട ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പുറത്തിറങ്ങാനോ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനോ മറ്റുള്ള കാര്യത്തിനോ എല്ലാത്തിനും വലിയ നിയന്ത്രണങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് അയാളുടെ സാമ്പത്തികപരമായിരിക്കുന്ന എല്ലാ പണവും സമ്പാദ്യങ്ങളെല്ലാം മരവിപ്പിക്കും സാധാരണ സർക്കാർ. അത് ഇയാൾക്കും ചെയ്തിട്ടുണ്ട്. അയാൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് അയാൾക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വളഞ്ഞൊരു ഒരു വീട്ടു ജയിലിലെ പോലെയുള്ള ഒരു രീതി മാത്രമാണ് സാധാരണ ഉണ്ടാവാറുള്ള രാജ്യം വിട്ടുപോകുന്ന പ്രസിഡന്റുമാർക്കൊക്കെ. അതായത് ഇപ്പോൾ കാലിദാസിയ, ബംഗ്ലാദേശിൻ്റെ കാലിദാസിയ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്നു. ഇന്ത്യയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയാണ് സംരക്ഷണം നൽകുന്നത്. അവർക്കിങ്ങനെ പുറത്തിറങ്ങിയിട്ട് വെളിയിലിറങ്ങി നടക്കാനൊന്നും പറ്റാത്ത രീതിയിലാണ്. അത് അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതും അതിൻ്റെ അകത്തുള്ള രാജ്യത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും സൈനിക മേധാവികളോ ബന്ധപ്പെട്ടവരോ ആയിരിക്കാം ഇസ്രായേൽ ഒറ്റുകൊടുത്തത് എന്നും പറയപ്പെടുന്നു. ഏതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സിറിയയുടെ അകത്ത് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടക്കുന്നു. വളരെ സംയുക്തമായ രീതിയിൽ ഏകോപനത്തോടു കൂടി ഇസ്രായേലിനെ നേരിടാനുള്ള ഒരുക്കം നടത്തിയതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിട്ടാണ് ഗോലാൻ കുന്നിലെ ഇസ്രായേലിൻ്റെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയത് എന്നുള്ളതും ഇത് ഭാവിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുണ്ടാകും എന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്.